രോമാഞ്ചമായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. കാരണം തിയേറ്ററിൽ എപ്പോ പോകുമ്പോഴും കുറച്ച് ഒക്ടോബർ തുടങ്ങി ആ ഡയലോഗ് ഓർമ്മയുണ്ടോ? ഞാൻ അപ്പഴേ പറഞ്ഞാണ് അവളാണ് എടുത്തത്, അവളാണ് എടുത്തത്, അവളാണ് എടുത്തത്. നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? കഴിഞ്ഞ വർഷം ഞാനൊരു 5 പടം ചെയ്തിട്ടുണ്ട്, എല്ലാം ഇറങ്ങണം. അപ്പൊ അതില് കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ട് ചെയ്ത 2ാമത്തെ മൂവിയാണ് രോമാഞ്ചം. ജിത്തു വിളിച്ചിട്ട് പറഞ്ഞ ഇത്രേ ഉള്ളൂ, 2 സീനാണ്. അപ്പൊ സീൻ കേട്ടപ്പോഴേ ഭയങ്കര രസമായിരുന്നു. അപ്പൊ യു ഗെറ്റ് എക്സൈറ്റഡ്, യു നോ ദാറ്റ് യു കൻ ഡു സംതിങ് വിത്ത് ഇറ്റ്. പിന്നെ ഷൂട്ടിന് പോയപ്പോൾ ജിത്തു പറഞ്ഞ എന്താ വെച്ചാൽ എഴുതിയിട്ടൊക്കെ ഉണ്ട്, ബട്ട് യു ഡു എന്താ വരുന്ന യു കെൻ ഇംപ്രൂവൈസ്. അപ്പൊ അത് കയ്യിൽ നിന്ന് ഇട്ട് ചെയ്ത സാധനമാണ്. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ എന്താന്ന് പറഞ്ഞ ആൾക്കാരിങ്ങനെ പറയും, അപ്പോഴേ പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ പടം എന്നൊക്കെ. ഒരു സൈലൻസ് കഴിഞ്ഞിട്ട് പിന്നെ ടക്ക് ബ്രേക്ക് ചെയ്ത് വരുന്നത് അജ്മലാണ് ട്രെയിലർ കട്ട് ചെയ്തേക്കുന്നത്. സോ ഐ തിങ്ക് അപ്പൊ അജ്മലിന് നന്ദി. വെരി വെരി മച്ച് നോട്ടീസബിൾ. പിന്നെ ഇപ്പോ ക്രയ വിക്രയ പ്രക്രിയ. Okay, so if you want me to talk about Kraya is like a fun, it came out of nowhere. ഇപ്പൊ ഇന്നലെ ഇറങ്ങിയ എപ്പിസോഡ് വാസ് ഷോർട്ട് 2 അല്ല, ഇപ്പൊ 2020 മെയില് ഷൂട്ട് ചെയ്തതാണ്. അപ്പോ ഐ മീൻ എനിക്ക് കൃഷാന്തിനെ ഭയങ്കര റാൻഡംലി കിട്ടിയ ഒരു സുഹൃത്താണ് കൃഷാന്ത്. അപ്പൊ നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ആണ്. ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ I come from theatre, right? So especially during COVID, like cinema പോലും കൂടെ അല്ല, to restart our kind of work it was hardly there. Somebody told me like ഇങ്ങനെ കൃഷാന്ത് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിന് നമ്പർ വിളിക്കുന്നുണ്ട്, he wants to do something എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അപ്പൊ എനിക്ക് പറഞ്ഞു ആരാണ് കൃഷാന്ത്. Then he also spoke, he called me and we spoke and we instantly connected. Apam the main idea was, so not just with Krishand, lot of us were creating stuff just because we wanted to be in practice. So Krishand vilchappo Krishand varna endha vechale it's been so difficult that we're not doing anything apam as a filmmaking practice. So pulikaranam endha paraya ഒന്ന് because he wrote it, he edited it, he shot it. അത് കഴിഞ്ഞ് പുള്ളിക്കാരന്റെ പരിചയത്തിലുള്ള സ്റ്റുഡിയോയിൽ പോയി ഡബ് ചെയ്യും, എന്നിട്ട് അത് ഫിനിഷ് ചെയ്യും. സൗണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യാൻ പറ്റാതെ. സൗണ്ട് മാത്രം ലേറ്റർ ഓൺ കുറച്ച് ബഡ്ജറ്റ് ഒക്കെ കിട്ടിയിട്ട് ചെയ്തത്. അല്ലാതെ ഇറ്റ് വാസ് ജസ്റ്റ് പ്യോർലി ഫോർ ദ പർപ്പസ് ഓഫ് ഡൂയിങ് സംതിങ്, ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ടു സ്റ്റേ ഇൻ പ്രാക്ടീസ്, അങ്ങനെ നമ്മൾ ചെയ്തൊരു സാധനമാണ് ക്രയ. സോ എനിക്ക് ഓർമ്മയുണ്ട് ആ സമയത്ത് ആദ്യമായിട്ട് കൃഷാന്തിനെ കാണുന്ന സമയത്ത് എനിക്കൊരു 15 minutes ഫുട്ടേജ് ഓഫ് ആവാസവ്യൂഹം ഷൂട്ട് ചെയ്ത് വെച്ചൊരു സാധനമുണ്ട്. അപ്പൊ പുള്ളിക്കാരി പറയായിരുന്നു, ബ്രോ ഇത് ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്, ദിസ് നീഡ്സ് സം കൈൻഡ് ഓഫ് എ ബഡ്ജറ്റ്. ഞാൻ പറഞ്ഞു ഇത് എന്താണ്, ദിസ് ലുക്സ് ഫാന്റാസ്റ്റിക്. അപ്പൊ ആസുഖത്തിന്റെ ആദ്യത്തെ ഒരു 15 minutes ഈ കാട്ടിലൊക്കെ പോയി ഷൂട്ട് ചെയ്യുന്ന ആ സാധനം. ഞാൻ കോൾ കേസ് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ലേറ്റർ ഇൻ നവംബർ ദാറ്റ് he got some funding and he continued the project. So അങ്ങനത്തെ ഒരു സ്പേസിലാണ് ആ സമയത്തൊക്കെയാണ് ക്രയൊക്കെ നടന്നിട്ടുള്ളത്. പുരുഷപ്രയോഗം അങ്ങനത്തെ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അപ്പൊ എനിക്ക് സോ നൗ പേഴ്സണലി ബിക്കോസ് ഐ നോ ദിസ് പേഴ്സൺ, ഇപ്പൊ കൃഷാന്ത് എന്നുള്ള വ്യക്തിനെ അറിയുന്നതുകൊണ്ട് I always say, dude, it doesn't surprise me because I know how he thinks. It doesn't surprise me as a guy. It excites me, but it doesn't surprise me. But നമ്മളെ വീട്ടില് നമ്മുടെ അമ്മ ഉണ്ടാക്കിയ ഒരു ഭക്ഷണം പെട്ടെന്ന് ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് സഡൻലി ഇറ്റ്സ് ഗോട്ട് എ ന്യൂ ഫൗണ്ട് അപ്രീസിയേഷൻ ഇല്ലേ. അപ്പൊ എനിക്ക് കൃഷാന്തിന്റെ അതൊക്കെ അങ്ങനെയാണ്. ബിക്കോസ് യു നോ it's good, but then when people start talking about it, it's very proud as a friend. And then what he comes up with is what is exciting. Did a small part in Purushapredam also. അപ്പോ അതും ഭയങ്കര രസമാണ്. ആൻഡ് അഗൈൻ ഈ ജിത്തുനെ പറഞ്ഞ പോലെ തന്നെ ജിത്തു
രോമാഞ്ചത്തിന്റെ ഡയറക്ടർ. ജിത്തു പറഞ്ഞ പോലെ കൃഷാന്തിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ എന്താന്ന് വെച്ചാല് there's so much space. അപ്പൊ നമ്മള് ഇതാണ് സീൻ, ഇതാണ് ഡയലോഗ്സ്. അപ്പൊ പുള്ളിക്കാരൻ തന്നെ പറയാ ഈ പറയുന്ന കണ്ടന്റ് ഒക്കെ കിട്ടിയാൽ മതി. അപ്പൊ ഫോർ മീ ദാറ്റ്സ് വൈ ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ് ടു വർക്ക് വിത്ത് പീപ്പിൾ ലൈക്ക് ദാറ്റ്. അപ്പൊ there is always give and take. And I'm not saying that it is excessive freedom, because a lot of people say like, oh, kore space kitti namukku endaanu vecha cheyan patti. Appo enikku personally, when the director is so clear, they also get excited and they also contribute. Appo adina in that collaboration I'm able to do something new ennullana enikku personally ishtam. Similarly with Kunjila is also a director like that. She's very clear about what she wants. So when she's so clear, so her inputs is something that you might not have thought about. Appo angane then I also get to create something new that I am also surprised about, or I find something new about. Appo chelpa script vaayikkumbo namukku ariyillayirikkum, namukku oru particular thought undavum, and these people will have another thought. So when these two come together, then it's really fun. It's very good process. Yeah. That's the reason why they are looking at you, as in, even Krishand, how he identified you for that role. And when something is, our spark കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്ന് ഡെവലപ്പ് ചെയ്യാൻ കഴിവുള്ള ആളാണെന്നുള്ള ഐഡന്റിഫിക്കേഷൻ കൊണ്ടും, I mean, both of them in that context, I'm not talking about the regular commercial film at this moment. ഞാൻ ഇത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുഞ്ഞിലയുടെ ഫിലിമിലാണെങ്കിലും you're really standing out in the sense, avade probably Shrindhയുടെ character ആണ് ലീഡ് ചെയ്യണമെങ്കിലും not standing out in the sense, you're very much noticeable and memorable. I still remember many of the scenes in that film. But even ഞാൻ അപ്പോ കണ്ടിട്ടുള്ളൂ, അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ that way you have made it memorable. So എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടറിനെ കുറിച്ച് അത് പറയുമ്പോൾ she also knows that okay, you have more to contribute in that. So എനിക്ക് തോന്നുന്നു, so that will lead me to തിയേറ്ററിലേക്ക് ഉള്ളൊരു ഇതും കൂടിയാണ്. But I think you can cover things that you want to about Kunjila's film. Unlike Jithu's film and Krishand's friend, ജിത്തുവിനെ എനിക്ക് അറിയില്ല. ജിത്തുവിനെ എനിക്ക് തോന്നുന്നു അവര് ഈ അസംഘടിതരെ കണ്ടിട്ടാണ് ജിത്തുവും ജോണേട്ടനും ഡിസൈഡഡ് ദാറ്റ് ഐ ഡു ദിസ് ഫിലിം എന്നുള്ള. ഇനിയിപ്പോ ജിത്തുവിന്റെ അടുത്ത പടത്തിലും ഇതേപോലെ ഒരു സീക്വൻസിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടിട്ട് അതിനും കിളിപോയിരിക്കുകയാണ്. ലൈക്ക് വെരി എക്സൈറ്റിംഗ്. ഭയങ്കര അതൊരു ആക്ഷൻ കോമഡി പടമാണ്. അതിലും ഇതേപോലെ റൊമാൻസിൽ ഒരു ചെറിയൊരു സീക്വൻസ് ആണ്, ബട്ട് വിച്ച് ഇസ് വെരി ഫൺ. അപ്പോ കുഞ്ഞിലയുടെ പടത്തിന് ഐ സോ ദി ഓഡിഷൻ കോൾ, ആൻഡ് എനിക്ക് ഭയങ്കര മടിയാണ് ഇതിനകത്ത് അയക്കാനൊക്കെ. ബിക്കോസ് മേ ബി വരുന്നത് ചെയ്യാം അങ്ങനത്തെ ഒരു മൂഡായതുകൊണ്ടാന്ന് തോന്നും. പക്ഷെ ദിസ് പർട്ടിക്കുലർ കാസ്റ്റിംഗ് കോൾ ഹാഡ് കം ടു മീ ത്രൂ ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പൊ ആ സമയത്ത് ഐ വാസ് ടീച്ചിങ് ഒരു സീരീസ് ഓഫ് വർക്ക്ഷോപ്സ് ചെയ്തിരിക്കായിരുന്നു. അപ്പൊ ഞാൻ മേ ബി ലെറ്റ് മീ ടേക്ക് ദ ബ്രേക്ക്. ഓക്കെ, കുറെ കാലമായാലോ ഒന്ന് അയക്കാത്ത, ഒന്ന് അയച്ചു നോക്കാം അങ്ങനെ. സോ കുഞ്ഞില വാസ് ആക്ച്വലി ദ ഫസ്റ്റ് പേഴ്സൺ ടു സേ ദറ്റ് വീഡിയോ കണ്ടിട്ട് പറഞ്ഞു, യു ലുക്ക് ദ പാർട്ട്, ബട്ട് നിങ്ങൾ ചെയ്ത പോലെ അല്ല എനിക്ക് വേണ്ടത്, ബട്ട് ലെറ്റ്സ് ട്രൈ അഗൈൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വി മെറ്റ് ഓൺലൈൻ ആൻഡ് വി ട്രൈ ടു റീഡ് ദ സീൻസ് അഗൈൻ, ആൻഡ് ഷീ വാസ് ലൈക്ക് ഓക്കെ, കൺവിൻസ്ഡ്. അങ്ങനെയാണ് അസംഘടിതർ ഇതാണ്. Then she's also the first one to send me a script. I think till date ഒരു പടത്തിന്റെ പുതിയ ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിലയുടെ പടത്തിന്റെ തന്നെ. അപ്പോ സോ വെൻ യു റീഡ് ദറ്റ് സ്ക്രിപ്റ്റ് യു ആർ ലൈക്ക്, അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആ പാട്ട്. ഫോർ മീ ദ മെയിൻ പ്രോസസ് ഇസ് ടു ബിലീവ് ഇൻ ദറ്റ് ഫിക്ഷൻ. Okay, so when you don't believe in that fiction, you can't be part of the world that is created. അപ്പൊ നമ്മള് അതിലോട്ടുള്ള പ്രോസസ്സാണ് എനിക്ക്. So maybe even not looking at my character alone, but reading the script couple of times helps me get into the world. Or even then you go there, costume, whatever, helps me get into the world. Pinne theater alone doesn't help anybody become a good actor.
തിയേറ്റർ ഇസ് ജസ്റ്റ്, ഐ മീൻ, അത് വളരെ തെറ്റായ ധാരണയാണ്. തിയേറ്ററിൽ വളരെ മോശമായ നടീനടന്മാരൊക്കെ ഉണ്ട്. അപ്പൊ തിയേറ്റർ ഇസ് നോട്ട് എ മാർക്കർ ഫോർ ബീങ് എ ഗുഡ് ആക്ടർ ഓർ എ ബാഡ് ആക്ടർ. അതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കുന്നവര് മോശം നടന്മാരോ നല്ല നടന്മാർ അങ്ങനെയും ഇല്ല. എന്ന് വെച്ചാൽ നാടകം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വേഷങ്ങൾ ചിലപ്പോൾ അവർ ഓൾറെഡി ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എൻഡ്യോറൻസ് കുറച്ച് കൂടുതലായിരിക്കും. എൻഡ്യോറൻസ് ഇൻ ദ സെൻസ് ദാറ്റ് ഹൗ, ബിക്കോസ് യു പ്ലേ ഇസ് പെർഫോം ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. ഒരു 1 hour മിനിമം, 1.5 hours അത് ഈസിലി ഒരു യൂഷ്വലി. അപ്പൊ നമ്മൾ യു സ്റ്റേയിങ് ഇൻ ദാറ്റ് സ്പേസ് മോഡ് വിത്ത് ദ ഫോക്കസ്, ആ ഒരു ശീലം ഉണ്ടാവും. അത് സിനിമയ്ക്ക് ആവശ്യമില്ല. എന്ന് വെച്ചാല് വളരെ ഷോർട്ടാണ്, മാക്സിമം ഒരു 3 minute ഒക്കെ പോയാലായി, അല്ലെങ്കിൽ ഒരു ലോങ് സീൻ സെറ്റ് ചെയ്തിട്ട് അത് ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മുടെ എൻഡ്യൂറൻസ് ആൻഡ് ഫോക്കസ് ടു സ്റ്റേ, അപ്പൊ ആ പ്രസൻസ് കൂടും ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. ഇതാണ് ഇതിന്റെ വ്യത്യാസമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതർവൈസ് യു ഹാവ് ടു ബി എ ട്രെയിൻഡ് പേഴ്സൺ. ട്രെയിനിങ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അപ്പൊ ട്രെയിനിങ്ങിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാല് യു ടെൻ ടു ബിക്കം ടു ക്രാഫ്റ്റി. അപ്പോ ഞാൻ ചെറുപ്പം തൊട്ടേ ചെയ്യുന്ന ആളാണ്. ഒരു 10 വയസ്സുള്ളപ്പോ തൊട്ട് ഐ യൂസ് ടു ഗോ ഫോർ തിയേറ്റർ ക്ലാസ്സസിന് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ ഞാൻ പിന്നെ ഡൽഹിയിലാണ് പഠിച്ചത്. ഗ്രാജുവേഷൻ വാസ് ഇൻ ഡൽഹി. ഐ ഡിഡ് ഇറ്റ് ഇൻ ഇക്കണോമിക്സ്. പക്ഷെ അവിടെ the theatre societies and all are like professional theatre companies, DOL, and we have so much exposure. നമുക്ക് കേന്ദ്ര സംഗീത നാടക അക്കാദമി ഉണ്ട്, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഉണ്ട്, അവരുടെ ഫെസ്റ്റിവൽസ് ഉണ്ട്. But there's so much exposure from all over the country and the world. അപ്പോ ആ സമയത്ത് I had the opportunity to see people before training. അപ്പൊ എന്താ വെച്ചാൽ UK-ലും US-ലൊക്കെ കോഴ്സസ് will be like 1 year 2 year. So ഇവര് ഫസ്റ്റ് ഇയർ കാണാൻ ചിലപ്പോൾ ഒരു വർഷം ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്നിട്ട് പെർഫോം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ദേ ആക്ച്വലി ബിക്കം ഗുഡ്, ബട്ട് സംടൈംസ് ഇറ്റ് ടെൻസ് ടു ബി ടു ടെക്നിക്കൽ. അതേ സമയത്ത് വളരെ ഫ്രഷ് ആയിട്ട് ഒന്നും അറിയാത്ത ആൾ ഭയങ്കര ഓർഗാനിക് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് ഭയങ്കര സ്കാറ്റേർഡ് എനർജി ഒക്കെ ആയിരിക്കും. സോ വെൻ ഐ ഡിസൈഡഡ് ടു ഗോ ഫോർ ട്രെയിനിങ്, ഐ ഹാഡ് ഡിസൈഡഡ് ദറ്റ് ഈ ഓർഗാനിക് കോമ്പൗണ്ട് നഷ്ടപ്പെടാൻ പാടില്ല. ബിക്കോസ് that's something that people actually really connect to. But training is important because you can't burn out as an actor. Any എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുമോ, ലൈക്ക് നമുക്ക് അറിയാവുന്ന എല്ലാ പോസിബിലിറ്റി എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാവും. പിന്നെ ആസ് ഇൻഡിവിജ്വൽസ് our experiences are very limited. So ഇപ്പൊ എല്ലാവരും even now talks about the methods, Stanislavski and all. So one of the problems that we talk about is also that we as people are limited in our experience. അപ്പൊ നമ്മൾ വളർന്നു വന്ന സാഹചര്യം മറ്റേതൊക്കെ മാത്രം, അതിലാണ് നമ്മുടെ കണ്ടീഷനിങ്ങും അതിലാണ് നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്നത്. അപ്പം that is very limiting. So how do you expand your possibilities to tap into other things? അതിനൊക്കെ കൃത്യമായിട്ട് അതിന് ശേഷം കുറെ പുതിയ ട്രെയിനിങ് മെത്തഡോളജീസ് വന്നിട്ടുണ്ട്. അപ്പോ സോ ദാറ്റ് ഇസ് വൈ ഐ വെന്റ് ടു ട്രെയിനിങ്. വെൻ ഐ തോട്ട് ലൈക്ക് എന്റെ കയ്യിലുള്ള സാധനമൊക്കെ തീർന്നു, പക്ഷെ ഇഫ് ഐ എം എ പ്രൊഫഷണൽ ഐ ഷുഡന്റ് ബി ഇൻ ദാറ്റ് സ്പേസ്. സോ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഐ ഷുഡ് ബി ഏബിൾ ടു ഗോ ടു ദി എഡ്ജ് ആൻഡ് കം ബാക്ക് whenever I want. ആ ഒരു കൺട്രോളും വേണം. അതേ സമയത്ത് ഈ ഓർഗാനിക് സാധനം ഓർഗാനിക് നേച്ചർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. സോ ദിസ് ഇസ് എ വർക്ക് ദറ്റ് യു ഡു ഫോർ യുവർ സെൽഫ്. അപ്പൊ ഇത് രണ്ടും ട്രെയിനിങ് ആൻഡ് മേക്കിംഗ് സെൻസ് ഓഫ് ട്രെയിനിങ് കംസ് ആഫ്റ്റർ ദ ട്രെയിനിങ് പ്രോസസ്. എന്ന് വെച്ചാൽ ഓരോ ആൾക്കാരും ദ സെയിം ടെക്നീക്ക് റിസീവ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. സോ നമുക്ക് എന്താണ് വർക്ക് ചെയ്യുന്നത്, വാട്ട് എലമെന്റ് വർക്ക്സ് ഫോർ യു is something that you have to identify. പിന്നെ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ആസ് ആക്ടേഴ്സ് വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ടു ബി ഇൻ ദ പ്രസന്റ്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ട്രെയിനിങ് ഗോസ് ഇൻ ടു ദാറ്റ്. ഇപ്പൊ പുതിയൊരാളാണെങ്കിൽ ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി ദേ ആർ ഇൻ ദ പ്രസന്റ്. അതായത് കുഞ്ഞു പിള്ളേരെ നോട്ടീസ് ചെയ്യുമ്പോൾ ദേ ആർ ഓൾവേസ് ദേ ആർ പ്ലേയിങ്, ദേ വെരി ക്രിയേറ്റീവ്, സ്പോണ്ടേനിയസ്. As we grow older, you become a little bit more, am I being watched a certain way? The same thing happens in training. So when you're new, you are like just explosive energy.
But when you train, you're conscious about your awareness, boundaries, how you're using your hand, and ella, you become conscious of. And you can't be too conscious of, then you lose out on the organic part, the present, being in the present moment part, and allowing for newer possibility to arise in the moment of the scene. Appa ella momentum different aanu. So what works for you in those moments is what is your process. Adane eniki thonnathu. Instead of thinking too much on it. I mean, yeah, that's what, because I've been actually trained in almost all kinds of acting work in the world. And to be honest, and they are similar. Certain ways, certain things are taught works for certain people. What works for you and how do you keep it organic? It's very simple. Pooja, acting journey, like you said, ഒരു 10 വയസ്സുള്ള like ചന്ദ്രദാസ് സാറിന്റെ അടുത്ത് തുടങ്ങി, while you were in graduation studies Sriram College, you got the opportunities, as you said, like NSD Lim pala festivals. Then you came to Thrissur, I think, for the was it before? I came to Thrissur after, I did my masters in Thrissur drama school. After that I went to Singapore because obviously എന്താ വെച്ചാൽ നമ്മള് ഡൽഹിയിലൊക്കെ പഠിക്കുന്ന സമയത്ത്, and especially identifying yourself as a മലയാളി, അപ്പൊ ഞാൻ ഭയങ്കര urban bred ആണ് കേട്ടോ. ഞാൻ കൊച്ചിയിലാണ് വളർന്നത്, went to an English speaking school. അപ്പോ നമുക്ക് കേരളത്തിന്റെ ചരിത്രവും കേരളത്തിലെ കലാരൂപങ്ങളോ അങ്ങനെ, ഇപ്പൊ തെയ്യ എന്റെ വീട്ടിലെ ഭാഗമാണ്. എന്താ വെച്ചാൽ മൈ ഫാമിലി ഈസ് ഫ്രം കണ്ണൂർ. സോ എല്ലാ വർഷവും തറവാട്ടില് തെയ്യം നടക്കുന്നോണ്ട് അങ്ങനെയാണ് നമുക്ക് തെയ്യം അറിയാം. അത് നമ്മുടെ വീട്ടിലൊരു പരിപാടി എന്നുള്ള രീതിയിൽ അറിയാം. ബട്ട് വെൻ യു സ്റ്റെപ്പിംഗ് ഔട്ട്, ലൈക്ക് വെൻ യു ആർ ഇൻ ഡൽഹി അറ്റ് ദ ടൈം, ലൈക്ക് ഈ ഫോക്ക് ഫോംസ് മറ്റേതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ദേ ആർ ലൈക്ക്, ഓ ദിസ് ഇസ് സംതിങ് ബിഗ്. അപ്പൊ ചന്ദ്രഹാസൻ സാറിന്റെ കൂടെ ഉള്ളപ്പോൾ ഉള്ള ഗുണം എന്താന്ന് വെച്ചാല്, ചന്ദ്രഹാസൻ സാറിന്റെ അവിടെ കുറെ വർക്ക്ഷോപ്സ് വരാറുണ്ട്. അതില് ചന്ദ്രഹാസൻ സാർ ഓൾവേസ് ഹാഡ് നല്ല എക്സ്പോഷർ ഉണ്ടായിരുന്നു അങ്ങനെ ആ സ്പേസിൽ. ചവിട്ട് നാടകം, തോൽപ്പാവക്കൂത്ത്, മറ്റേ കൂടിയാട്ടം, അങ്ങനെ ദ റിച്ച്നെസ് ഓഫ് കേരള വാസ് ഭയങ്കര എക്സ്പോസ്ഡ് ആയിരുന്നു. ദാറ്റ് ഇസ് ആക്ച്വലി ഹെൽപ്ഡ് മീ. പക്ഷെ ഞാൻ ഡൽഹിയിൽ വെച്ച് ഞാൻ ഫൈനലി തീരുമാനിക്കുകയാണ്, ലെറ്റ് മീ ഡു തിയേറ്റർ ഇറ്റ് സെൽഫ്. ആക്ച്വലി മൈ ഡിസിഷൻ വാസ് ടു ബി ഇൻ തിയേറ്റർ. എന്താ വെച്ചാൽ ഞാൻ ആസ് എ പേഴ്സൺ ഭയങ്കര ഷൈ ആൻഡ് ഓക്വേർഡ് ഒക്കെ ആയിട്ടുള്ള ഒരു കൊച്ചായിരുന്നു. ആൻഡ് ഫോർ മീ ഇറ്റ് ഹെൽപ് മീ ഫൈൻഡ് മൈസെൽഫ് ആസ് എ പേഴ്സൺ. സോ people like me would say like theaters are religion because it's where there's self-discovery happened, and we as individuals became like ഇച്ചിരി സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയതൊക്കെ അത് കാരണം എന്നുള്ള രീതിയിൽ. സോ I wanted to take that aspect of theatre to people, and more than becoming a performer or anything of that sort. That was my actual intent to take it as a career option. അപ്പൊ ചന്ദ്രഹാസൻ മാഷിന്റെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ഇങ്ങനത്തെ ഒരു എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ദെൻ വെൻ ഐ വെന്റ് ടു ഡൽഹി, സോ വെൻ യു ടോക്ക് ആൻഡ് ഇന്ററാക്ട് ടു പീപ്പിൾ, ഓ ദെൻ യു ആർ സഡൻലി, ഓ യു ഫ്രം കേരള, ഓ ദെൻ എസ്പെഷ്യലി ഇക്കണോമിക്സ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഡെവലപ്മെന്റൽ എക്കണോമിക്സ് ക്ലാസ്സും എന്തൊക്കെ ആകുമ്പോഴത്തേക്ക് യു സി ലൈക്ക്, ഓ HDI കേരള ഇസ് ഡിഫറെന്റ്, കേരള വേഴ്സസ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും. Except for the GDP indicators, everything is like Kerala versus rest of the world, rest of the. അപ്പൊ നമുക്ക് തന്നെ ഇങ്ങനെ അഭിമാനം വരും. അപ്പോഴാണ് ഈശ്വര മലയാളം ഒന്ന് വൃത്തിക്കൊന്ന് പറയാൻ പഠിക്കണം, മലയാളം എഴുതാനും വായിക്കാനും കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കണം എന്നുള്ള ബോധവും. പിന്നെ and ultimately I understood that wherever I go I'll be this person from Kerala. അപ്പൊ എനിക്ക് കേരളത്തിലെ ആൾക്കാർക്ക് എന്നെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ലൈക് തിയേറ്റർ കമ്മ്യൂണിറ്റി ആയിട്ട് എനിക്കൊരു ഇന്ററാക്ഷൻ, ഒരു സ്പേസ് ഇല്ല എങ്കിൽ ഹൗ ക്യാൻ ഐ ഈവൻ ക്ലെയിം ടു ബി ഫ്രം കേരള എന്നുള്ളൊരു സാധനം എനിക്കുണ്ടായിരുന്നു. ആൻഡ് ഫോർ മീ തൃശ്ശൂർ വാസ് ദാറ്റ് സ്പേസ്. ലൈക് പീപ്പിൾ ഫ്രം ഓൾ ഓവർ കേരള ഗ്യാദർ ഇൻ തൃശ്ശൂർ. അക്കാഡമിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നാടകങ്ങൾ കാണാനാണെങ്കിലും നാടകക്കാരാണെങ്കിലും ഒക്കെ തമ്മിലുള്ള ഇന്ററാക്ഷൻ. എനിക്കൊന്ന് ആ 2 കൊല്ലം ഞാൻ അവിടെ വന്ന്
നിന്നോണ്ടാണ് ഇപ്പോഴും എനിക്ക് ആ ബന്ധങ്ങളൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ ഇവളെ ഏതോ പുറത്തു പോയി പഠിച്ചു വന്ന ഏതോ ഒരാള് നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെന്ന് ആൾക്കാർ പറയായിരിക്കും. ചിലപ്പോ ഇപ്പോഴും ഇനി പറയുന്നതെന്ന് എനിക്കറിയില്ല, അത് വേറെ കാര്യം. പക്ഷെ ഫോർ മീ അറ്റ്ലീസ്റ്റ് ഇപ്പൊ കേരളത്തിലെ നാടകക്കാരെ കുറിച്ചൊക്കെ എനിക്ക് അറിയാം എന്നുള്ളത് അതുകൊണ്ടാണ്. ഫോർ മീ ഇറ്റ് വാസ് ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ നമ്മള് ഭയങ്കര റൂട്ട്സ് ഭയങ്കര സ്കാറ്റേർഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഇല്ലാത്തൊരു ഫീലിംഗ് ആണ്. എനിക്കത് മനസ്സിലായത് ആക്ച്വലി പിന്നെ സിംഗപ്പൂരിൽ പോയി പഠിച്ചോണ്ടാ. തിയേറ്ററിലേക്ക് പോകാനുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഇപ്പൊ വരാനിരിക്കുന്ന ഫിലിംസ് ഓഫ് കോഴ്സ് നിലവിളിച്ചും പറഞ്ഞു, രോമാഞ്ചം പറഞ്ഞു, ഇരട്ട ഉണ്ട്, ഇരട്ട, പിന്നെ പുരുഷപ്രേതം, പിന്നെ കാതല് ഇതേപോലെ ചെറിയൊരു സാധനം ചെയ്തിട്ടുണ്ട്.